जगज्जालपालं गजकण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभो नीलकायं दुरावारमायं सुपद्मासहायं भजेऽहं सदाम्बोधिवासं गदपुष्पहासं जगत्सन्निवासं ഒത്തിരി നാളായി നമ്മൾ ഈ വീട് എടുത്തിട്ട് ആ സമയങ്ങളിൽ എങ്ങനെയെങ്കിലും മഴ കൊള്ളാതെ കയറി നിൽക്കണം എന്നുള്ള ഒറ്റൊരു ഉദ്ദേശത്തിൽ എടുത്തതായിരുന്നു നമ്മൾ വീട്. വലിയ പ്ലാനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവാണെന്ന് തോന്നിയതിന് ശേഷം നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ സെൻട്രാളൊക്കെ തട്ടി കുറച്ച് വലുതാക്കിയിട്ടുണ്ട്, അടുക്കളയൊക്കെ കുറച്ച് ചെറുതായി. അപ്പം അങ്ങനെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അടുപ്പ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ അടുപ്പ് കെട്ടുന്ന സമയങ്ങളിൽ പാല് കാച്ചിയതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് പാചകം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി പാല് കാച്ചാൻ പോവുകയാണ്. വീട്ടിലത്തെ ബാക്കി പണികളൊന്നും തീർന്നില്ല. ഓട് മാറ്റി വാർപ്പാക്കിയേ ഉള്ളൂ, പിന്നെ അടുപ്പ് ഒളിച്ച് കെട്ടിയേ ഉള്ളൂ. ബാക്കി പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാനുണ്ട് അത്രേ. പക്ഷെ അടുപ്പ് നമുക്ക് ഉപയോഗിക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പാല് കാച്ചുവാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ട്. അച്ഛൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ബന്ധുക്കളുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു പാല് കാച്ചലാണ്. അപ്പോൾ ഇതുപോലെ ആഘോഷം കാര്യങ്ങളൊന്നും ആക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ മുന്നേ ഫസ്റ്റ് ടൈം നമ്മൾ വീട് എടുത്ത സമയത്ത് പാല് കാച്ചലും വീട്ടിൽ കൂടുതലും ആൾക്കാരെ ക്ഷണിക്കലും വലിയ പരിപാടി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആരും ക്ഷണിച്ചിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, എന്തായാലും പാല് കാച്ചാൻ പോവല്ലേ, നമുക്കൊരു ചെറിയ സദ്യയൊക്കെ ആക്കിയിട്ട് നമുക്കിരുന്ന് കഴിക്കാം. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങനെ പരിപാടി ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അച്ഛൻ്റെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊട്ടടുത്തുനിന്ന് 2-3 വീട്ടിൽ നിന്ന് ആൾക്കാരോടും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഇവിടത്തേക്ക് വരുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, എന്താ അവിടെ ഇത്രയും പരിപാടി ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ എന്ന് പറയണ്ടെന്നുള്ള പരാതി വേണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെ 2-3 തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 2-3 വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ പാലൊക്കെ കാച്ചി എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛനും അനിയനും ഇവിടെ ഇല്ല, അവർ പുറത്താണ്. അപ്പം അച്ഛൻ്റെ അനിയൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു, എന്നാലും അച്ഛൻ്റെ അനിയൻ നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം അച്ഛൻ്റെ അനിയനിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കലശവെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അമ്മയും കൂടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ പാലൊക്കെ കാച്ചി എല്ലാവർക്കും പ്രത്യേക ഓരോ ഗ്ലാസ് പാലൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 7 മണിക്കുള്ളിൽ പാല് കാച്ചാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 2-3 ആൾക്കാരൊക്കെ വന്ന് പാല് കാച്ചി. പിന്നെ ഇതാ നമ്മളെ അച്ഛൻ്റെ പെങ്ങന്മാരും ഏട്ടൻ്റെ ഭാര്യമാരും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇതാ ചോറും കറിയൊക്കെ വെക്കുവാണ്. അപ്പോൾ എന്നെയൊക്കെ വീഡിയോയിൽ കാണിച്ചുള്ളൂ, നല്ലോണം ഞാൻ ഇളക്കട്ടെ എന്നൊക്കെ മൂത്ത പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു സന്തോഷം പങ്കുവെക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇലയൊക്കെ തുടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായി വന്ന് തുടങ്ങുവാണ്. അച്ഛന് 7 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ 7 ആൾക്കാരും മക്കളും ഭാര്യമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇത്രയും ആൾക്കാരെ നിങ്ങൾ തോന്നുന്നത്, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിതാ കൊച്ചു വർത്താനമൊക്കെ പറയുകയാണ്. മുത്തച്ഛൻ അങ്ങനെ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വരാൻ പറഞ്ഞ മുത്തച്ഛന് ഉച്ചക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ വേഗത നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. മുത്തച്ഛന് പണിയുണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങളായി നമ്മൾ ഇതുപോലെ ഒത്തുകൂടിയിട്ട് മാക്സിമം ഒത്തുകൂടാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒത്തുകൂടാറുണ്ട്. ഇപ്പോൾ തിരക്കും കാര്യങ്ങളും ഓരോരുത്തർ പഠിക്കാനോ അവിടെയൊക്കെ പോയതിന് ശേഷം വരാറില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ എല്ലാവരും പങ്കെടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. നല്ല സദ്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാറും പച്ചടിയും പപ്പടും അച്ചാറും പിന്നെ ചിക്കൻ കറിയും പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ചു. അപ്പോൾ അതിനിടയിൽ കുറച്ച് ആൾക്കാർ നമുക്ക് ഇതുപോലെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൊണ്ടുവരാൻ പാടില്ല, അതിന് മേടിച്ചല്ല നമ്മളിതുപോലെ ചെയ്യുന്നത്, എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടാ എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതായിരുന്നു. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കുറച്ച് ആൾക്കാർ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മളിതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നതും. അത് നമ്മളെല്ലാം ഒന്ന് പൊളിച്ച് നോക്കുവാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടി പിന്നെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. കളിയും ചിരിയും ഒക്കെ ആയത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.